വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വീടിന് മുന്നിൽ തുളസിത്തറ അലങ്കാരത്തിനാണോ എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പണ്ട് ആഢ്യഗ്രഹങ്ങളുടെയും വലിയ ഗ്രഹങ്ങളുടെയും മുന്നിൽ അറവാതിലിനു നേരെ തുളസിത്തറ കെട്ടി തുളസി വെച്ച് പിടിപ്പിച്ച് വിളക്ക് കൊളുത്തി ആചരിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇക്കാലത്തും തുളസിത്തറയുള്ള വീടുകൾ അപൂർവമായിട്ടാണെങ്കിലും ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇത് ഒരു അലങ്കാരത്തിനാണോ? അല്ലെന്ന് തീർത്തും പറയാം. തുളസിച്ചെടി ലക്ഷ്മിയാണ്. ലക്ഷ്മി ദേവി ഒരു ശാപം മൂലം ഭൂമിയിൽ തുളസിച്ചെടിയായി എത്തിയതാണ്. ശാപകാലത്ത് ഭഗവാൻ വിഷ്ണു ലക്ഷ്മിയോട് പറഞ്ഞു, നീ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെ, അതിന് മാറ്റമില്ല. രൂപം മാറിയാലും ഭാവം മാറിയാലും ലക്ഷ്മി എന്നും എപ്പോഴും വിഷ്ണുവിനൊപ്പം തന്നെ. ഖേദിക്കേണ്ടതില്ല. ലക്ഷ്മി തുളസിച്ചെടിയായി ഭൂമിയിൽ കഴിയുമ്പോൾ ഞാൻ ആ ദളം ശിരസിൽ ചൂടുകയും തുളസിമാല അണിയുകയും ചെയ്യും. പൂജാ പുഷ്പങ്ങളിൽ തുളസിക്കായിരിക്കും പ്രാധാന്യം. തുളസിച്ചെടിയെ ഭൂമിയിൽ ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ലക്ഷ്മിയെപ്പോലെ അവർ നിന്നെ പൂജിക്കുകയും ചെയ്യും. ഭഗവത് വചനങ്ങൾ അനുസരിച്ചാണ് ജനങ്ങൾ തുളസിയെ തറകെട്ടി വളർത്തുന്നത്. തുളസിയെ ആദരിക്കുക എന്നാൽ ലക്ഷ്മിയെ ആദരിക്കുക എന്നാണ്. തുളസിച്ചെടിയെ ആദരിച്ച് വിളക്ക് വെച്ച് ആരാധിച്ചാൽ അവരുടെ പാപം നശിക്കും, ഐശ്വര്യം വർദ്ധിക്കും. പിന്നെ തുളസി എവിടെയുണ്ടോ അവിടെ വിഷ്ണുവിൻ്റെ അധിവാസമുണ്ടാകും. അപ്പോൾ തുളസിച്ചെടി നിൽക്കുന്ന മണ്ണിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യമുണ്ടാകും. അത് മണ്ണിനും ഗ്രഹത്തിനും ഗ്രഹത്തിൽ വസിക്കുന്നവർക്കും പുണ്യവർദ്ധനവിന് കാരണമാകും. അതുകൂടാതെ തുളസിയെ പ്രഭാതത്തിൽ കതക് തുറന്നാലുടനെ കണി കാണുന്നതും കണ്ണുകൾക്ക് സായുജ്യമാണ്. സർവശക്തിപ്രദായിനിയായ ദേവീദർശനം പുണ്യമാണ്. അത് ശക്തി വർദ്ധിപ്പിക്കും, ഊർജ്ജസ്വലതയുണ്ടാക്കും. തുളസിക്ക് ഔഷധ ഗുണമുള്ളതിനാൽ രാവിലെയും വൈകിട്ടും തുളസിയിൽ തട്ടി വരുന്ന കാറ്റ് ഗ്രഹത്തിനുള്ളിൽ പ്രവേശിച്ച് ശുദ്ധവായു പ്രസരിപ്പിക്കും. ആ കാറ്റേറ്റാൽ നല്ലതാണ്. തുളസി ഒരു അണുനാശിനി കൂടിയാണ്. തന്മൂലം രോഗാണുക്കളിൽ നിന്നും മോചനം കിട്ടും. ഇപ്രകാരം തുളസിയുടെ മഹത്വമാണ് അത് വളർത്താൻ കാരണമായിട്ടുള്ളത്. തുളസിയുടെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ടും ഔഷധഗുണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും അത് നട്ടുവളർത്തുന്നത് കൂടുതൽ ഉത്തമമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.